വഹാബികൾ തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ പരിശോധിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മളെ നാട്ടില് ഈ ആനക്കയും ജബ്ബാറും അതുപോലെ രവിചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ യുക്തിവാദികളുണ്ട്. ഈ യുക്തിവാദികൾ തമ്മിൽ തല്ലൂടി എങ്ങനെ ഉണ്ടാവും? അജാതി തമാശയാണ്. നമ്മുടെ നാട്ടിലപ്പോ ജിന്ന് മുജാഹിദ് പറഞ്ഞു, ജിന്നുണ്ട്, ആരുമില്ലാത്തടത്തുനിന്ന് ജിന്നി നമ്മളെ സഹായിക്കും, മാത്രല്ല ജിന്നി നമ്മളെ കോലത്തിൽ വരും. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ആളെ കോലത്തിൽ പോലും ജിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫൈസൽ മൗലവി എന്ന് പറയുന്ന ജിന്ന് മുജാഹിദ് പ്രസംഗിക്കുകയാണ്. അപ്പോ നമ്മൾ കറാമത്ത് പറയുമ്പോ വഹാബികൾ അത് ക്ലിപ്പ് മുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് കുതിരയാക്കും, അലക്കും. കറാമത്ത് മുഴുവത്തിനെ ഇത്തരം യുക്തിവാദം കൊണ്ടും പരിഹാസം കൊണ്ടും നേരിട്ട വഹാബികളെ അതിലെല്ലാ വഹാബികളും ഒറ്റക്കെട്ടാണ്. എന്നാൽ അതേ വഹാബികളുടെ കൂട്ടത്തിലെ ജിന്ന് മുജാഹിദ് ജിന്ന് കൂടും, ജിന്ന് അസുഖണ്ടാക്കും, ശൈത്താൻ ഫിത്ന ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റേ മുജാഹിദിന്റെ അടുത്ത് എന്നപ്പോ നമ്മളെ കറാമത്ത് എങ്ങനെയാണോ വഹാബികൾ ഒന്നിച്ച് കുതിരയാക്കിയത്, അതുപോലെ മറ്റേ മുജാഹിദ് ഇമ്മുജാഹിദിനെ കുതിരയാക്കുക. ഫൈസൽ മൗലവി പറഞ്ഞു, ജിന്ന് ഇബ്നു തൈമിയ്യന്റെ കോലത്തിൽ വരെ പോയിക്കണ്. മജ്മൂ ഫത്താവി ഇബ്നു തൈമിയ്യ പറയാണ്, ഔലിയാക്കന്മാരെയും ഖബറാളികളെയും വിളിച്ച് സഹായം തരുന്ന മനുഷ്യന്മാരെ മുമ്പിൽ ആ ശൈഖ് പ്രത്യക്ഷപ്പെട്ടു കാണും, അത് ശൈഖ് അല്ല വന്നത്, അത് ശൈത്താനാ, മനസ്സിലാക്കണം. അപ്പൊ ശൈത്താൻ പലര കോലത്തിലും വരുന്നാണ് ഫൈസൽ മൗലവി പറയുന്നത്. ഇത് പണ്ട് ഇങ്ങനെയൊക്കെ വല്ല സുന്നി മൂലരും പറഞ്ഞ വഹാബികൾ മൊത്തം കുതിരയാക്കും. ഇപ്പൊ ഒരു മുജാഹിദ് നമ്മളെക്കാളും ഉസാറിൽ ഇതൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ നമ്മളെ കറാമത്ത് പ്രസംഗം മുജാഹിദ് മൊത്തം പരിഹസിക്കണ മാതിരി മറ്റേ മൗലവിമാരെ പരിഹാസം നമുക്ക് കാണാം. ഒന്നാം നമ്മൾ അന്ധവിശ്വാസികൾ പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറയും, ഞാൻ ഈജിപ്തില് ജയിലിൽ കിടക്കുമ്പോ ചില സൂഫികൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു, അവിടെ എന്റെ കോലത്തിൽ ചെന്നു. അതാണ് ഇബ്നു തൈമിയ്യന്റെ കോലത്തില് ജിന്ന് ചെല്ലുകയാണ്. അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഈ ജിന്ന് മുജാഹിദ് പ്രസംഗിച്ചു നടന്നപ്പോ അപ്പുറത്തെ മടവൂര് മുജാഹിദിൽപ്പെട്ട ലത്തീഫ് കരിമ്പിലാക്കിൽ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മൗലവി, നിങ്ങളിപ്പോ രാത്രി പ്രസംഗം കഴിഞ്ഞാണ്ട് വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുമ്പോ എന്ത് ധൈര്യത്തിലാ ഭാര്യ വാതില് തുറന്നു തരിക? എന്താ കാരണോ? ഈ വന്നത് ഇപ്പൊ ഫൈസൽ തന്നെയാണോ, ഫൈസലിന്റെ കോലത്തിലെ ജിന്ന് തന്നെയാണോ? ഒരു പ്രശ്നമാണല്ലോ ഇപ്പൊ. ഞമ്മക്ക് ആ ബേജാറൊന്നുമില്ല. രാവിലെ കുനൂത്തോതിങ്ങാണ്ട് പൊരിന്നിറങ്ങിയാ പിന്നെ ഞമ്മളെ കോലത്തിൽ നല്ല ഒരു കോലത്തിലും ചെയ്ത്താൻ അബൈക്ക് പോകൂല എന്നുള്ള യക്കീനുറപ്പ് നമുക്കുണ്ട്. പിന്നെ മഗ്‌രിബ് വെച്ചാൽ ഞമ്മക്ക് ഈ അദ്ദാനുറാത്തീബും പിന്നെ ജീവിതത്തിൽ ദലാലുൽ ഖൈറാത്ത് ഒക്കെ ഉണ്ട്. ജിന്ന് മുജാഹിദിന് രോഗം മനസ്സിലായിട്ടുള്ളൂ, മരുന്നിട്ടില്ല. നമുക്ക് രോഗം അറിയാം, മരുന്നും അറിയാം. അതുകൊണ്ട് നമ്മക്ക് ഈ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ജിന്ന് മുജാഹിദിനോട് മറ്റേ മുജാഹിദിന്റെ ചോദ്യം, ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ രൂപത്തിൽ വരെ ഫിശാജോ ജിന്നോ ആരൊക്കെ വന്നു എന്നാണ് അതുകൊണ്ട് അവിടെ ചോദിച്ചത്. അതാണ് ലത്തീഫ് മൗലവിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഇബ്നു തൈമിയ്യ എന്നുള്ളിടത്താണ് മൂപ്പര മൗലം. ഇവിടെ വന്ന് സംസാരിച്ചത് ഒന്ന് ഫൈസൽ മുസ്ലിയാരും അതുപോലെ മറ്റൊന്ന് അബ്ദുൽ മാലിക്കും സലഫിയും ആണ് എന്ന് എങ്ങനെ ഉറപ്പിക്കുക? അതാണ് ഒരു പ്രശ്നം തന്നെയല്ല. മാത്രമല്ല നിങ്ങളെ ഭാര്യമാരൊക്കെ എന്ത് ധൈര്യത്തിലാണ് പേരെടുക്കുന്നത്? അതാണ് ദിക്റും സ്വലാത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചെയ്താനാണോ ഫൈസലാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചെന്നെ വേണം. ഇവിടെ പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ അല്ലെ നിങ്ങളെ സ്വീകരിക്കാൻ എന്ത് ധൈര്യത്താണ് നിൽക്കുന്നത്? നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞതാണ് എന്ത്, ജിന്നുകള് അങ്ങനെ മനുഷ്യരൂപത്തിൽ വരും, മാത്രമല്ല മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പൊ പിന്നെ ബാപ്പാരാന്നും പ്രശ്നമായി. അല്ല, ഫൈസൽ മൗലവിന്റെ മക്കളെ കുറിച്ച് പെണ്ണുങ്ങൾക്ക് ഡൗട്ട് ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട്. കാരണം ദിക്റും സ്വലാത്തും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഫൈസലാണോ ചെയ്താനാണോ എന്നൊക്കെ ഡൗട്ട് തന്നെയാണ്. നമ്മൾ കറാമത്ത് പറഞ്ഞ എങ്ങനെയൊക്കെയാ വഹാബികളെ കുതിരയൊക്കെ ആ ജിന്നുകളുടെ മക്കളെ പ്രസവിക്കേണ്ടി വരും. അതിന്റെ ഗർഭം മുടക്കാൻ പറ്റിയ ആൾക്കാർ ജിന്നുകൾ കൊടുത്തിട്ടുണ്ട്. അത് അബോർഷൻ ചെയ്യിക്കും വേണം അല്ലെ? അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതിന്റെ വേറെ സംഗതി കഴിഞ്ഞ ദിവസം സഹൽ പറഞ്ഞു, ഇവിടെ എന്താ പെൺജിന്നുകൾ പ്രേമിക്കുമെന്ന് കരുതിയിട്ട് കുപ്പായ അയക്കാൻ മടിക്കുന്ന ഒരു സഹോദരനെ കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ബാത്റൂമിക്ക് പോകുമോ? ഒന്ന് ആലോചിച്ച്. ഷർട്ട് അയച്ചാണ്ട് തന്നെ എത്ര ബേജാറാണെങ്കിൽ പിന്നെ ബാത്റൂമിൽ പോയി കണ്ട് എങ്ങനെ ഈ തുണി ഒന്നിച്ചുള്ള പരിപാടി നടത്തുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ആദ്യം മൂച്ചിപ്പിരാന്താണ് വഹാബിസം. ഇവർക്ക് ഇല്ലാത്ത കാലത്ത് ഒന്നുമില്ല, ഉണ്ടായപ്പോഴോ പെരുണ്ടാകല്. ഇനി മൂപ്പരൊരു വെറൈറ്റി പ്രേമം പറയുന്നുണ്ട്. മൂപ്പര് പറയണ ഈ മനുഷ്യപ്പെൺകുട്ടിനെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞത് ഒരു പയഞ്ചം പരിപാടിയല്ലേ? ഇനിയിപ്പോ ഒരു പുതിയ പരിപാടി, എന്താ, മനുഷ്യ ചെറുപ്പക്കാരൻ ജിന്നു പെൺകുട്ടിനെ പ്രേമിക്കുക. അതൊരു നല്ല പരിപാടി. എല്ലാത്തിനും ഒരു വെറൈറ്റി നല്ലതല്ലേ? എനിക്ക് തോന്നിയെന്തരോ, ഇത് ന്യൂജന് കാലല്ലേ, പണ്ടത്തെ മാതിരി അല്ലേ?
പിന്നെ മനുഷ്യന്മാർ തമ്മിൽ തന്നെ പ്രേമിക്കാനൊക്കെ പറഞ്ഞാൽ പഴയ പരിപാടിയാണ്. അതാണ് ഒരു വെറൈറ്റി പരിപാടി. അപ്പൊ ന്യൂജൻ കാലത്തിന്റെ ഇതിനൊരു ന്യൂജൻ വേണം, ഒരു ടച്ച്. അതുകൊണ്ട് ജിന്നും അതുപോലെ മനുഷ്യനും തമ്മിൽ ആവട്ടെ പ്രേമം. സഹോദരങ്ങളെ, ഈ യുക്തിവാദവും പരിഹാസവുമാണ് വഹാബിസം. ഇതിപ്പോ ജിന്ന് മുജാഹിദിന് കിട്ടിയ ചില സാധനങ്ങളെ മറ്റേ മുജാഹിദ് കുതിരയേക്കാണ്. എന്നാൽ ഈ ഇസ്തിഹാസിൻ കറാമത്തും മുജത്തൊന്നും ജിന്ന് മുജാഹിദിന് കിട്ടാത്തത് കൊണ്ട് അവർ ഇതേ രീതിയിൽ അതിനെ പരിഹസിക്കുകയാ. എത്രത്തോളം മഹാനായ സി.എം. വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ വാക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് രോഗം മാറി എന്ന് പറഞ്ഞാൽ അതിനെ വഹാബികൾ പരിഹസിക്കുകയാണ്. ഇതേ ഫൈസൽ മൗലവി ഇബ്നു തീമിയാന്റെ അടുത്തെത്തുമ്പോ പക്ക ഖുറാഫിയ. മടവൂര് മുജാഹിദിനോട് മറുപടി പറയുമ്പോ തനി യാഥാസ്ഥികനാ. എന്നാൽ അതേ ഫൈസൽ സുന്നിയാളെ അടുത്തേക്ക് എത്തുമ്പോ തനി യുക്തിവാദിയാണ്. ആ ഫൈസൽ മൗലവി വന്നിട്ട് ചോദിക്കുക, സി.എം. വലിയുള്ളാഹി അങ്ങനെ രോഗം മാറ്റിയിരിക്കണെങ്കിൽ, സി.എം. വലിയുള്ളാഹി കാരണം രോഗം മാറിയിരിക്കണമെങ്കിൽ മൂപ്പർക്ക് അസുഖം ഉണ്ടായില്ലേ, പ്രമേയൊക്കെ കൂടിയിട്ട് കണ്ണെന്നെ കാണാതെയായില്ലേ, എന്നിട്ട് എന്തേ അത് മാറ്റാഞ്ഞെന്ന മൂപ്പരെ ചോദ്യം. സഹോദരമായ ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു പടപ്പിന്റെ പിന്നാലെ പോയിട്ടും കാര്യമില്ല. ഇത് പ്രസംഗിച്ചെടുക്കണ അതേ ഫൈസൽ മൗലവിയാണ് വിജനമായ പ്രദേശത്ത് കുടുങ്ങിയാല് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചോളി, കാണാത്ത ജിന്ന് കാളവണ്ടിയിട്ട് വരുന്നു പ്രസംഗിച്ച് മുജാഹിദിനെ നാലാക്കിയത്. ആ നാലാക്കിയ മുജാഹിദ് ഔലിയാക്കൾ എടുത്തെത്തുമ്പോ തനി യുക്തിവാദിയാകാം. എല്ലാ പടപ്പിനുമുണ്ട് പ്രശ്നങ്ങൾ. സി.എം. മടവൂര് ജീവിതത്തിൽ പ്രമേഹം ബാധിച്ച് കണ്ണിന് കാഴ്ച പോയ മനുഷ്യനാണ്. മൂപ്പത്തി വെക്കാൻ എനിക്ക് പ്രമേഹം ഉണ്ടെന്ന വല്ല വൃത്തിയുണ്ടാ? എന്താണ് യുക്തിവാദം? സി.എം. വലിയുള്ളാഹിക്ക് എന്തുകൊണ്ട് സ്വയം രോഗം മാറ്റാൻ കഴിഞ്ഞില്ല? ഇതൊരു വല്ലാത്ത യുക്തിവാദമല്ലയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ ഉമിനീര് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് മാറിയില്ലയോ? ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലായില്ലയോ? കാലിന് വെട്ടേറ്റ് തൂങ്ങിയാടുന്ന കാൽമുട്ട് സലമ റളിയല്ലാഹു അൻഹുവിന്റെ ട്രീറ്റ്മെന്റ് നടത്തി ശിഫയാക്കിയില്ലയോ? ഫൈസൽ മൗലവിനെ പോലത്തെ ആളുകൾ മുസ്ലിം ചെറുപ്പക്കാർക്ക് മരുന്നിട്ട് കൊടുക്കാണ് നിരീശ്വരവാദിയാകാന്. ഔലിയാക്കളിൽ നിന്ന് തുടങ്ങി നുബുവത്ത് നിഷേധത്തിലേക്ക് പോവുകയാണ്. കറാമത്തിൽ നിന്ന് തുടങ്ങി മുഅ്ജിസത്ത് നിഷേധത്തിലേക്ക് പോവുകയാണ്. ഫൈസൽ മൗലവി ചോദിച്ച ചോദ്യം നാളെ ഇയാളുടെ അണികൾ ചോദിച്ച് എക്സ് മുസ്ലിം ആകുകയാണ്. അവരെന്താ ചോദിക്കുക? ഇത്രയും സ്വഹാബികൾക്കൊക്കെ അസുഖം മാറ്റി കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പനി വന്നിട്ട് മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ, പനി പിടിച്ച് മരിക്കേണ്ടി വന്നല്ലോ. എന്നാൽ അതിനൊക്കെയുള്ള മറുപടി മുഹീദ്ദീൻ മലയിലുണ്ട്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് അതെന്റെ അമാനീലെന്നോ പറ. ഒരു വലിയ രോഗം വേണ്ടാന്ന് പറയണമെങ്കിലോ, രോഗം മാറി എന്ന് പറയണമെങ്കിലോ, സ്വന്തമാണെങ്കിലും മറ്റുള്ളവരുടേതാണെങ്കിലോ, വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്, അള്ളാന്റെ മശിയത്തുണ്ടെങ്കിലേ അവര് രോഗം മാറണമെന്ന് ഉദ്ദേശിക്കുകയുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചാലോ അള്ളാഹ് അത് നടപ്പാക്കുമല്ലോ. അഖ്സമ അലല്ലാഹി ലാ ബർറാ, അള്ളാഹ് അത് അങ്ങനെ തന്നെ നടപ്പാക്കി കൊടുക്കുകയാണ്. രോഗം മാറണമെന്ന മശിയത്ത് അള്ളാഹ്ക്കില്ലാത്തത് കൊണ്ട് വലിയിൽ അങ്ങനെ ഒരു ഉദ്ദേശം വന്നില്ല, ഹബീബായ തങ്ങളിൽ വന്നില്ല, അതുകൊണ്ടത് മാറിയില്ല. എന്നാൽ അള്ളാന്റെ മശിയത്തുള്ളിടത്ത് ഔലിയാക്കൾ അങ്ങനെ ഉദ്ദേശിച്ചു, അള്ളാഹ് നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ അടർത്തിയെടുത്ത് അതിവൈകാരികമായും അതിവഷളമായിട്ടും അത് ഉപയോഗിച്ചു. എന്നാൽ ജിന്ന് മുജാഹിദ് ശൈത്താൻ കഥ പറയുമ്പോ അതേ കോലത്തിൽ മടവൂര് മുജാഹിദ് ശൈത്താൻ കഥ പരിഹസിക്കുകയാണ്. ശൈത്താന്മാരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ വല്ല ഹജ്ജിന് കൊണ്ടുപോകും. ഞാൻ നേരെ മറിച്ചാ പറഞ്ഞത്. ഈ ശൈത്താന്മാർക്ക് അങ്ങനെ വല്ല കഴിവും അല്ല കഴിവ് കൊടുത്തു നമുക്കറിയില്ല. പക്ഷേ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഒരൊറ്റ കുട്ടി ഇവിടുന്ന് പോകും. എല്ലാരും പോകും. അതിനെന്ത് വേണം? ശൈത്താനെ കെട്ടാനുള്ള മരുന്നും കൂടി വേണം. അതാണ് ഞങ്ങൾ കുനൂത്തും ചൊല്ലിയാണ്ട് ഹജ്ജിന് ഇറങ്ങിയ ഞങ്ങളെ ഫ്ലൈറ്റും ഒരു ശൈത്താനും തൊടൂല ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ
ഞങ്ങൾ അദ്ദാദും ചൊല്ലിയാണ് കടന്നുറങ്ങിയ ഞങ്ങളെ വൈക്കൊരു ഇബ്ലീസും വരൂല. വഹാബിയാക്ക് അസുഖം കിട്ടിയിട്ടുണ്ട്, മരുന്ന് കിട്ടിയിട്ടില്ല, ഓല ഫ്ലൈറ്റ് ചിലപ്പോ ശൈത്താൻ തള്ളിയിട്ടൂടായില്ല. CM വലിയുല്ലാഹി വികാൻ പോണ വിമാനം താങ്ങുന്ന ആളാണ്. ഇവർക്ക് എന്തായിരിക്കും പണി? ഈ ശൈത്താന്മാർക്ക് സകല വിമാനം തള്ളിയിടും. ഒരൊറ്റ ഒന്നിനും പോകാൻ പറ്റില്ല. ഹജ്ജ് വിമാനം ഒറ്റ ഇവിടുന്ന് ടേക്ക് ഓഫ് നടത്തൂല. ഇങ്ങനെയാണ് സഹോദരങ്ങളെ യുക്തിവാദങ്ങള്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ആർക്കാണ് സന്മാർഗം ലഭിക്കുക എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. യുമിനൂന ബിൽ ഗൈബ, അതേ തന്റെ ബുദ്ധിക്കൊക്കാത്തത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധത്തിന്റെ പുറത്തുള്ളത്, ദൃശ്യമല്ലാത്തത്, കാഴ്ചയിൽപ്പെടാത്തത് ഇസ്ലാം നിശ്ചയിച്ചു തന്നതുണ്ടെങ്കിൽ, അള്ളാഹു പഠിപ്പിച്ചു തന്നതുണ്ടെങ്കിൽ, ആ പഠിപ്പിച്ചത് മുഴുവനും അന്ധമായി തന്നെ വിശ്വസിക്കലാണ് ഈമാൻ. അങ്ങനെയുള്ളവർക്ക് ഖുർആൻ കൊണ്ട് ഫലം കൊള്ളുകട്ടോ.